പാലക്കാട് നഗരഹൃദയത്തിൽ പേടി സ്വപ്നമായ ഒരു ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ്. വ്യാപാരികളും യാത്രക്കാരും പൊതുജനങ്ങളും ഭീതിയിൽ. 4 പതിറ്റാണ്ട് പഴക്കമുള്ള ബസ് സ്റ്റാൻഡ് കെട്ടിടത്തെ നഗരസഭാ അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. 38 വർഷം മുമ്പാണ് പുതിയൊരു ബസ് സ്റ്റാൻഡ് കൂടി എന്ന ആശയത്തോടെ പാലക്കാട് നഗരത്തിൽ ടൗൺ ബസ് സ്റ്റാൻഡ് എന്ന പേരിലൊരു സ്റ്റാൻഡ് നിർമ്മിച്ചത്. 3 നില കെട്ടിടമാണ് മിഷൻ സ്കൂളിനും വലിയങ്ങാടിക്കും ഇടയിലായി പണിതത്. നഗരസഭയുടെ സ്വന്തം സ്ഥലത്ത് പെട്ടെന്ന് പണി പൂർത്തിയാക്കിയെങ്കിലും നീണ്ടകാലത്തെ പഴക്കം കാരണം കെട്ടിടം ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുമെന്ന അവസ്ഥയിലാണ്. പലയിടത്തും കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളികൾ അടർന്നു വീഴുന്നുണ്ട്. 58 കടകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വ്യാപാര സ്ഥാപനങ്ങളിൽ ഉടമസ്ഥർക്ക് പുറമെ നിരവധി സെയിൽസ്മാൻ, സെയിൽ ഗേൾമാരും ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്ക് പേരിനൊരു ശൗചാലയമുണ്ടെങ്കിലും അടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ പൊടി പിടിച്ചു കിടക്കുകയാണ്. പലയിടത്തേക്കും പോകാൻ പറ്റാത്ത വിധം മാലിന്യവും കൂട്ടിയിട്ടിട്ടുണ്ട്. പല വ്യാപാരികളും തുടക്കം മുതൽ ഇവിടെ വ്യാപാരം നടത്തിവരുന്നവരാണ്. ഇവർക്ക് മറ്റു വഴികളില്ലാത്തതിനാലാണ് ഈ വീഴാറായ കെട്ടിടത്തിൽ കച്ചവടം നടത്തുന്നതെന്ന് അവർ പറയുന്നു. 38 വർഷത്തെ പഴക്കമുള്ള കോംപ്ലക്സാണ്. ഞാൻ ഈ കോംപ്ലക്സ് എന്ന് ഇവിടെ ബിൽഡിംഗ് കെട്ടിയോ അന്ന് തുടങ്ങിയ ഒരു ആളാണ്. ഞാൻ എടുത്ത റൂം B12. ഈ 12-ൽ ഉള്ള വരുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ കോംപ്ലക്സിൽ നിരവധി പരാതികളും ഫോട്ടോ എടുത്തിട്ടും മറ്റേ മെസ്സേജ് കൊടുത്തിട്ടും അപേക്ഷ കൊടുത്തിട്ടും എല്ലാം അടുത്തിട്ട് ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാത്ത അവസ്ഥയാണ്. ചെയർപേഴ്സനെ കൊണ്ട് നേരിട്ട് വന്ന് അഭ്യർത്ഥിച്ചിട്ടും ഒരു കാര്യവും മുന്നോട്ട് നീങ്ങിയിട്ടില്ല. ഇതപ്പോൾ അടുത്ത ടെൻഡർ കിട്ടും എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകല്ലാതെ ഇതിപ്പോൾ വരുന്ന ജനങ്ങൾ ആരെങ്കിലും ഇതിന് മുകളിൽ കയറാത്ത അവസ്ഥ മാതിരി കൂടിയാണ് ഇവിടുത്തെ പരിപാടി കാണുന്നത്. 10 വർഷത്തിലധികമായി ഇതിൽ പെയിന്റിംഗ് പോലും നടത്തിയിട്ട. കെട്ടിടം നന്നാക്കാതെ പെയിന്റ് അടിച്ചതുകൊണ്ട് ഇനി കാര്യവുമില്ല. തലയിൽ ഏത് നിമിഷവും പൊട്ടി വീഴാവുന്ന കോൺക്രീറ്റുകൾ കാരണം യാത്രക്കാരും മറ്റും 1-ാം നിലയിലേക്ക് കയറാൻ മടിക്കുകയാണ്. പട്ടാമ്പി, ഗുരുവായൂർ, ഒലവക്കോട് ഭാഗങ്ങളിലേക്കായി 50ഓളം ബസ്സുകളാണ് ഇവിടെ നിന്ന് സർവീസ് നടത്തുന്നത്. ഫ്രൂട്ട്സ്, സ്റ്റേഷനറി, ഫോട്ടോസ്റ്റാറ്റ്, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന കടകളും ഹോട്ടലും ഇവിടെ പ്രവർത്തിക്കുന്നു. ഇനിയൊരു ദുരന്തത്തിന് കാതോർത്തിരിക്കുകയാണോ നഗരസഭയും അതിലെ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളുമെന്നാണ് വ്യാപാരികളും യാത്രക്കാരും ചോദിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യാത്തതുകൊണ്ട് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പൊട്ടിപ്പൊളിഞ്ഞത് ഇതാക്കാത്തതുകൊണ്ടുള്ള ഒരു പ്രയാസങ്ങളാണ്. അത് കൃത്യസമയത്ത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് ഇനിയും നിലനിൽക്കും. അപ്പോൾ നമ്മൾ ഒരു 58 കടക്കാരുണ്ട് ഇതിനുള്ളിൽ. 10-15 ലക്ഷം റുപ്യ മുനിസിപ്പാലിറ്റിക്ക് വാടക വരുമാനമുള്ള ഒരു സ്ഥാപനമാണ്. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും ഞങ്ങളെപ്പോലത്തെ ഇപ്പോൾ ഞങ്ങൾ ഓണേഴ്സ് മാത്രമല്ല, അതിൻ്റെ ഇത്രയും കുടുംബങ്ങൾ കഴിയുന്നതാണ്. പണിക്കാർ, സ്റ്റാഫുകളായാലും ഞങ്ങളായാലും ഒരുപാട് കുടുംബങ്ങൾ കഴിയുന്നൊരു സ്ഥാപനമാണ്. ഇത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഇത്രയും ആൾക്കാർ എവിടെ പോയി ജീവിക്കും? ഇനിയൊരു ഭാഗത്ത് പോയിട്ട് ഒരു പുതിയൊരു സ്ഥാപനം തുടങ്ങാനോ അല്ലെങ്കിൽ വേറൊരു ഭാഗത്ത് പോയി പണിക്ക് നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഇനിയും അത് നിലനിർത്തി കൊണ്ടുപോകാം. എന്താ പറഞ്ഞാൽ ചോർച്ച തന്നെ ഈ മുകളിലൊരു സീലിംഗ് ഇട്ടിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ ചോർച്ച നിർത്താൻ പറ്റും. UTV ന്യൂസ്, പാലക്കാട്.